19 വയസ്സ് മുതലൊക്കെ ജോലിക്ക് കയറുന്ന ഭർത്താക്കന്മാരുണ്ടാവും. 16 വയസ്സിൽ, 17 വയസ്സിലും 19 വയസ്സിൽ ചെറുപ്പത്തിലേ ജോലിക്ക് കയറുന്ന ആരുണ്ടാവും ഭർത്താക്കന്മാർ. അവർക്കൊക്കെ വൈകി വരുന്ന തിരിച്ചറിവുകളുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നതെന്ന്. എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മാറ്റി വെക്കണം എന്ന് അവർ കുറേ കഴിഞ്ഞിട്ടാണ് അവരവർക്ക് ചിന്തിക്കുക. ജോലിക്ക് കയറി അന്ന് മുതൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും കയ്യിലുണ്ടായിരുന്നു എന്ന് അവർക്ക് പിൽക്കാലത്ത് തോന്നും. അവർ പണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്ന ഓരോ പൈസയ്ക്കും അവരുടെ യൗവനത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും വിലയുണ്ടാവും, സ്വപ്നത്തിൻ്റെ നിറങ്ങളും ഉണ്ടാവും. വീട്ടുകാരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ട് അവരതൊക്കെ മാറ്റി വയ്ക്കും. അങ്ങനെ കാലം കടന്നുപോയി അവർ ഒരു കല്യാണം കഴിക്കും. കല്യാണം കഴിച്ചു കഴിഞ്ഞാലാണ് പിന്നെ അവൻ്റെ കൂടെ അവൻ ഒറ്റയ്ക്കല്ല, അവൻ്റെ കൂടെ ഒരു ഭാര്യയും കൂടി ആകുമ്പോൾ അവന് കൂടുതൽ ചിലവുകൾ കൂടും. അവരുടേതായ കാര്യങ്ങളുണ്ടായിരിക്കും. അവൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം മേടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ അവളെയും കൊണ്ട് പുറത്തൊന്ന് പോയി, അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് മേടിച്ചു കൊടുത്തു. അപ്പോഴൊക്കെ അവന് പൈസയ്ക്ക് ചിലവുണ്ടാവും. അപ്പോൾ ആ ഫസ്റ്റ് ചെയ്ത് തരുന്ന ആൾക്കാർക്ക് ആദ്യത്തേനേക്കാളും സഹായങ്ങളൊക്കെ കുറയും. സഹായങ്ങൾ ഇല്ല എന്നല്ല, പക്ഷെ കുറച്ച് കുറയും. ആ കുറയുമ്പോഴാണ് ആ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങും. അവൾ വന്ന് മാറ്റിയെടുത്തു എന്നൊക്കെ പറയും. അവിടെയാണ് ഈ ബന്ധങ്ങൾ മുറിഞ്ഞു തുടങ്ങുക. കണക്ക് പറച്ചിലുകൾ തുടങ്ങും. ഈ ചോദ്യങ്ങളൊക്കെ മുൻകൂട്ടി ഈ ഭാര്യമാർക്ക് മനസ്സിലാവും. കാരണം അവൾ കയറി വന്ന് ഒരു 2 മാസം കഴിയുമ്പോഴേക്കും അവൾക്ക് ഏകദേശം ഒരു പിടി കിട്ടും ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോഴൊന്നും ഇവർക്കൊന്നും മനസ്സിലാവില്ല, പറഞ്ഞാലൊന്നും ഇവർക്ക് മനസ്സിലാവില്ല. അങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അവർ മനസ്സിലാക്കി തുടങ്ങുമ്പോഴേക്കും കുറേ വൈകി കഴിഞ്ഞിരിക്കും. ഇവയ്ക്കൊന്നേ പറയാനുള്ളൂ, വെറുതെ ഇരുന്ന് കുലിക്കുക കിട്ടുന്നതല്ല പണം.